അനാവശ്യമായ ഭാരങ്ങൾ ചുമന്നത്, തലമുറകളെ വേട്ടയാടുന്ന, തലയ്ക്ക് മുകളിൽ വട്ടം വിട്ട് പറക്കുന്ന പൈശാചിക പോരുകൾ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള ഓരോ സ്ഥാനത്തും കൊണ്ടുവച്ചിരിക്കുന്നത് അവൻ സാത്താന്റെ തന്ത്രങ്ങളെ തകർത്ത് കളയാനുള്ള ദൈവത്തിന്റെ ആയുധങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. അത് അവിടെ ഇരുന്ന് തുരുമ്പ് പിടിച്ചു പോകാനുള്ളതല്ല. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം, ഇവിടെ നമുക്ക് പകലാണ്, അവിടെ രാത്രികാലം കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഉള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ വർഷിപ്പിന്റെ പകുതി മുതൽ ഉണ്ടായിരുന്നു, ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം ഈ സമയത്ത് ഓർക്കുന്നു. കർത്താവ് ധാരാളമായി മാനിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ജീവമന്ന പ്രയർ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിലേക്ക്, ഈ മീറ്റിംഗിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രവി പാസ്റ്ററെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്ത് ശ്രദ്ധിക്കുന്നു. എൻ്റെ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയിലും മിനിസ്ട്രി എല്ലാ കാര്യങ്ങളിലും കർത്താവ്, സമസ്ത മേഖലകളിലും കർത്താവിന്റെ കൃപ കൂടിയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഈ മീറ്റിംഗിലേക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ പ്രിയ സുഹൃത്ത് പാസ്റ്റർ അജീഷ് പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്ത് ശ്രദ്ധിക്കുന്നു. കർത്താവിന്റെ ദാസനും ഈ മീറ്റിംഗിൽ ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അങ്ങനെ അനേക ദൈവഭക്തന്മാർ, അഭിഷക്തന്മാർ ഈ മീറ്റിംഗിൽ ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മുഖവരകൾ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാനിവിടെ അഗാപ്പെ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ച് കർത്താവിന്റെ സാക്ഷിയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ആദ്യമായി ഞാൻ ചോദിക്കുകയാണ്. സ്തോത്രം. നമുക്ക് വചന ശുശ്രൂഷയിലോട്ട് വേഗത്തിൽ കിടക്കാം. ചുരുക്കം സമയം ആമേൻ ഉള്ളൂ എങ്കിൽ തന്നെയും ആ സമയത്തിനകത്ത് കർത്താവിന്റെ ആമേൻ ആത്മീകമായ ദൂത് ആമേൻ ഇന്ന് പകൽക്കാലം ഇന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവ് സ്ഥിരത ചെയ്യണം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ കൃപ കൂടിയിരിക്കുമാറാകട്ടെ. 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നോ അവിടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നോ എങ്കിലല്ല, 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഐക്യതയോടെ കൂടുന്നോ അവരുടെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഐക്യത ഇല്ലാത്തിടത്ത് കർത്താവ് വെളിപ്പെടത്തില്ല. ഐക്യത എവിടെയുണ്ടോ അവിടെ ദൈവം വെളിപ്പെടും. ഇന്ന് രാത്രികാലം ഐക്യതയോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. മുൻപതികളില്ലാതെ ദൈവസന്നിധിയിൽ നിരുന്നാട്ടെ. ഞാനോ കുറയണം, അങ്ങോ വളരണം. കർത്താവെ, ഞാനോ കുറയണം, അങ്ങോ വളരണം. അങ്ങയുടെ നാമം ഉയർത്തപ്പെടണം. അപ്പ, അങ്ങയുടെ നാമം ഉയർത്തപ്പെടണം. യേശുവേ, യേശുവേ, അങ്ങയുടെ നാമം ഉയർത്തപ്പെടണം. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ അല്പസമയം. കർത്താവേ, യേശുവേ, അങ്ങയുടെ നാമം ഉയർത്തപ്പെടണം. അങ്ങയുടെ നാമം ഉയർത്തപ്പെടണം. കർത്താവേ, വചനവിരുദ്ധമായി ഒന്നും സംസാരിക്കുവാൻ എൻ്റെ നാവുകളെ അനുവദിപ്പിക്കരുത്. കർത്താവിന്റെ കരത്തിലേക്ക് അടിയനെ ഏൽപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ദൈവജനത്തെയും അപ്പന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, അങ്ങ് എന്താണോ ഇന്ന് രാത്രികാലം ദൈവജനത്തോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അത് ദൈവജനത്തിന്റെ അകത്തേക്ക് ആമേൻ സ്തോത്രം അങ്ങ് പറഞ്ഞു കൊടുക്കണമേ. കർത്താവേ, ഇതവരുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യണമേ. കർത്താവേ, കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടുവാൻ സ്വർഗ്ഗമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന വചനം ആമേൻ കേട്ടതുപോലെ തന്നെ ഹൃദയത്തിനകത്ത് ഇവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇവർക്ക് ഓർത്തെടുക്കുവാൻ തക്കവണ്ണം ഓർമ്മശക്തികളാൽ നിറയ്ക്കണമേ. കർത്താവേ, ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വം യേശു കർത്താവിന്, യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഓഡിയൻസിനെ മുമ്പിൽ കണ്ട് പ്രസംഗിച്ചത് കൊണ്ട് ഈ ഓൺലൈൻ മീറ്റിംഗിൽ ആമേൻ സ്വതന്ത്രം എനിക്കത് വലിയ ശീലമില്ലാത്തത് കൊണ്ട് ഈ തിരിച്ചുള്ള നിങ്ങളൊരു റെസ്പോൺസ് ഉണ്ടല്ലോ, ഹല്ലേലൂയ, അത് കേൾക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട്. എങ്കിലും കുഴപ്പമില്ല. ആമേൻ സ്വതന്ത്രം, ഞാൻ അത് മനസ്സിലാക്കിക്കൊള്ളാം. നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വേഗത്തിൽ വായിക്കും. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അവർ അവനെ പിന്നെയും അധികം പകച്ചു. യോസഫ് സ്വപ്നത്തിൽ കണ്ടതും യോസഫ് സ്വപ്നത്തിൽ കാണാത്തതുമായ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ യോസഫ് സ്വപ്നത്തിൽ കണ്ട കാര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് യോസഫ് സ്വപ്നത്തിൽ കണ്ടതും യോസഫ് സ്വപ്നത്തിൽ കാണാത്തതുമാണ് എന്ന് പറഞ്ഞാൽ യോസഫിനെ കുറിച്ച് പ്രസംഗിക്കാനല്ല ഇന്ന് രാത്രികാലം ഞാൻ ഇവിടെ നിൽക്കുന്നത്. യോസഫിന്റെ ചരിത്രത്തിൽ കൂടി നമ്മളെ ആഗ്രഹിക്കുന്ന യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യോസഫിന്റെ അനുഭവത്തിൽ കൂടി, യോസഫിന്റെ സ്വപ്നത്തിൽ കൂടി നമ്മളെ ആഗ്രഹിക്കുന്ന, നമ്മളെക്കുറിച്ച് അവൻ സ്വപ്നങ്ങളുള്ള, നമ്മളെക്കുറിച്ച് പദ്ധതികളുള്ള അവൻ അരുമനാഥനായ യേശു
ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവൻ ഇന്ന് പകൽക്കാലം അവൻ സ്തോത്രം ഇവിടെ ആയിരിക്കുന്നത്. യോസഫ് കണ്ട സ്വപ്നമാണ് ഇവിടെ പറയുന്നത്. 37 7 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യോസഫിന്റെ കറ്റ നിവർന്നു നിൽക്കുകയും മറ്റു 11 കറ്റകൾ യോസഫിനെ നമസ്കരിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് യോസഫ് സ്വപ്നം കണ്ടു. രണ്ടാമത് യോസഫ് കാണുന്ന സ്വപ്നം സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യോസഫിനെ നമസ്കരിക്കുന്നു. ഈ സ്വപ്നം കാണുമ്പോൾ യോസഫിന് 17 വയസ്സാണ് പ്രായമുള്ളത്. 17-ാമത്തെ വയസ്സിൽ കൗമാരപ്രായക്കാരനായ യോസഫിന് കണ്ട സ്വപ്നം അടക്കി വെക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവൻ സ്വപ്നം പബ്ലിക്കലി അവൻ പറയുകയാ. സ്തോത്രം. ഇത് കേട്ടതും അവൻ കുടുംബത്തിനകത്ത് പറഞ്ഞത്, പുറത്തല്ല പറഞ്ഞത്, കുടുംബത്തിനകത്ത് അവൻ ജലസി വരാൻ തുടങ്ങി, അസൂയ വരാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണത്തിന് മുമ്പ് അവൻ സ്വന്തം തടസ്സങ്ങൾ വരുവാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? ഈ രണ്ട് സ്വപ്നങ്ങളും കുടുംബത്തിലാ പറഞ്ഞത്, സ്വന്തം അപ്പനോട് അമ്മയോടാ പറഞ്ഞത്, സ്വന്തം കൂടപ്പറപ്പുകളോടാ പറഞ്ഞത്. പക്ഷേ ഇവനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ കേട്ടപ്പോൾ ഇവിടെ അവൻ സ്തോത്രം അസൂയയുടെ ആത്മാവ് വ്യാപരിക്കുവാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? അസൂയയുടെ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങി. കണ്ട സ്വപ്നങ്ങൾ നിറവേറുകയും ചെയ്തു. അതാണ് അതിന്റെ വേറൊരു കാര്യം. കണ്ട സ്വപ്നങ്ങൾ നിറവേറുകയും ചെയ്തു. ഉൽപ്പത്തി 42 വാക്യത്തിൽ മിസ്രയീം ദേശത്തിന് യോസഫ് അധിപതിയായി മാറുകയാണ്. സ്തോത്രം, മനസ്സിലാകുന്നു. അന്ന് യോസഫിന്റെ സഹോദരന്മാർ വന്ന് അവരെ നമസ്കരിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 42 6 വാക്യം നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം അവിടെ നിവൃത്തീകരിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ ഉൽപ്പത്തി 44 14 സഹോദരന്മാർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. സ്വപ്നം അവിടെ നിവൃത്തീകരിക്കപ്പെടുകയാണ്. വാഗ്ദത്തം അവിടെ നിവൃത്തീകരിക്കപ്പെടുകയാണ്. ആവർത്തന പുസ്തകം 33 16 ഇങ്ങനെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. മുൾപ്പടർപ്പിൽ വസിച്ച ദൈവത്തിന്റെ പ്രസാദം യോസഫിന്റെ ശിരസിന്മേൽ വന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ മുൾപ്പടർപ്പിൽ വസിച്ച ദൈവത്തിന്റെ പ്രസാദം യോസഫിന്റെ ശിരസിന്മേൽ വന്നതാണ് സ്വപ്നത്തിന്റെ നിവൃത്തീകരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ കണ്ട സ്വപ്നം നടന്നു. പക്ഷെ കണ്ട സ്വപ്നം നടക്കുന്നതിന് മുമ്പ് കാണാത്ത കുറെ കാര്യങ്ങൾ യോസഫിന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളോടുള്ള വാഗ്ദത്തങ്ങൾ അക്ഷരം പ്രതി നടക്കും. പക്ഷെ അത് നടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളോടുള്ള സ്വപ്നങ്ങൾ നിവൃത്തീകരിക്കുന്നതിന് മുമ്പ് ആ സ്വപ്നത്തിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ആമേൻ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 37 18 വായിക്കുമ്പോൾ സഹോദരന്മാർ ഒരുമിച്ച് യോസഫിന് വിരോധമായി ദുരാലോചന ചെയ്യുകയാണ്. ഇവിടെയാണ് സ്പിരിറ്റ് ഓഫ് ജലസി വർക്ക് ചെയ്യുകയാണ്. അതായത് അസൂയയുടെ ആത്മാവ്. എന്താ കാര്യം? അസൂയയുടെ ആത്മാവ്, പിശാച് അവിടെ കയറി വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വാഗ്ദത്തത്തിലേക്കാണ് യോസഫ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സാത്താന് മനസ്സിലായി. സ്തോത്രം. അപ്പോൾ കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ആമേൻ, സ്തോത്രം, ശത്രുവാകുന്ന സാത്താൻ വാഗ്ദത്ത നിവൃത്തീകരണത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി ഗൂഢാലോചനകൾ നടത്തുവാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇത് സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. സ്തോത്രം. സഹോദരന്മാർ അവൻ ദുരാലോചന നടത്തുന്നതും ഗൂഢാലോചന നടത്തി പൊട്ടക്കിണറ്റിൽ ഇടുന്നതൊന്നും, പൊട്ടക്കുഴിക്കകത്ത് ഇടുന്നതൊന്നും യോസഫ് സ്വപ്നത്തിൽ കണ്ടില്ല. യോസഫ് സ്വപ്നത്തിൽ കണ്ടതെല്ലാം വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കപ്പെടുന്നതാണ്. സ്തോത്രം. സഹോദരന്മാർ നമസ്കരിക്കുന്നതാണ്. സ്തോത്രം. സകലരും അവനെ നമസ്കരിക്കുന്നതും അവൻ ഉന്നത പദവിയിൽ എത്തുന്നതുമാണ് യോസഫ് കണ്ട സ്വപ്നം. പക്ഷേ സ്വപ്നം നിവൃത്തീകരിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളൊന്നും സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. 37-23 സഹോദരന്മാർ യോസഫിന്റെ ഉടുപ്പൂരി മാറ്റുകയാ. സ്തോത്രം. ഇതും സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. സ്തോത്രം. യോസഫിനെ വെള്ളമില്ലാത്ത പൊട്ടക്കുഴിക്കകത്ത് എടുത്തെറിയുക, ഇതും സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. വാഗ്ദത്ത നിവൃത്തീകരണത്തിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കുന്ന ചില പ്രതിസന്ധികൾ, ചില പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ആമേൻ, സ്തോത്രം, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് ശത്രു കൊണ്ടുതരുന്ന ചില ബ്ലോക്കാണ്. സ്തോത്രം. അത് പരീക്ഷകൾ കൊണ്ടുതരുന്ന ചില പരീക്ഷകളാണ്. ഈ പരീക്ഷയെ വിജയിച്ച് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ പരീക്ഷയെ വിജയിച്ച് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം. ഈ യോസഫിന് വിജയിക്കാൻ പറ്റിയൊരു കാര്യം, യോസഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. യോസഫ് ദൈവത്തിന്റെ കൂടെ ആയിരുന്നു. ഇതുകൊണ്ടാണ് യോസഫ് ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ വിജയിച്ചു പോകുന്നത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ?
പല പ്രതിസന്ധി ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം വല്ലാതങ്ങ് താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ, വല്ലാതങ്ങ് ഡിസപ്പോയിന്റഡ് ആയി പോകുന്നുണ്ടെങ്കിൽ, നിരാശപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, എനിക്ക് നിങ്ങളുടെ പരിശുദ്ധാത്മാവിൽ ദൂത് പറയാനുള്ളത്, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ വാഗ്ദത്ത നിവൃത്തീകരണത്തിന് മുമ്പ് തടസ്സമായി വ്യാപരിക്കുന്ന സാത്താന്യ മണ്ഡലങ്ങളെ ആത്മകണ്ണിൽ കണ്ടുകൊണ്ട്, സ്തോത്രം, അതിനെതിരെ ജയമെടുക്കാനുള്ള ചങ്കുറ്റം നമ്മൾ ഈ നാളുകളിൽ കാണിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. 37-28 വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാർ യോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റു. സ്തോത്രം. കൂടെ നിൽക്കേണ്ട സഹോദരന്മാർ, കൂടപ്പിറപ്പുകൾ, കൂടെ മാത്രം നിന്ന് സഹകരിക്കേണ്ട സഹോദരന്മാർ, വാഗ്ദത്ത നിവൃത്തീകരണത്തിന് മുമ്പ് ശത്രുവാകുന്ന സാത്താൻ അവരെ ഉപയോഗിച്ച്, സ്തോത്രം, ഇവന്റെ വാഗ്ദത്തത്തെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. 20 വെള്ളിക്കാശിന് വിറ്റു എന്നവിടെ കാണുക. ഇത് സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. ഇതൊന്നും സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. സ്വപ്നത്തിൽ കാണാത്ത കാര്യങ്ങളായി ഇപ്പൊ യോസഫിന് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വപ്നത്തിൽ കണ്ടത് നടക്കുന്നത് ഒരുപാട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനമാണ് നടക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. 37-36 വാക്യത്തിൽ പറയുന്നു, മിദ്യാന്യർ യോസഫിനെ മിസ്രയീമിൽ ഫറവോന്റെ ഉദ്യോഗസ്ഥനായ അകമ്പടി നായകനായ പോത്തിഫറിന് വിറ്റു. ഇതും സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. വിൽക്കപ്പെടുന്നതും തള്ളപ്പെടുന്നതും ഉപേക്ഷിക്കപ്പെടുന്നതും നിന്ദിക്കപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും ഒന്നും യോസഫ് സ്വപ്നത്തിൽ കണ്ടിട്ടില്ലെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എന്റെയും നിന്റെയും വാഗ്ദത്ത നിവൃത്തീകരണത്തിന് മുമ്പ് നിന്റെ ഒറ്റപ്പെടലുകൾ, നിന്റെ അപമാനങ്ങൾ, നിന്റെ നിന്ദകൾ, നിന്റെ ലജ്ജകൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇതിന്റെ മുമ്പിൽ നീ തളർന്നു വീണു പോകരുത്. മറിച്ച് അതിനപ്പുറത്തേക്ക് എന്റെ വാഗ്ദത്ത നിവൃത്തീകരണം ഉണ്ട് എന്ന ഒരു ഉറപ്പ് നമ്മൾ വ്യാപരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. അടുത്തതാണ് 39-13 മുതൽ 16 വരെ വായിക്കുമ്പോൾ യോസഫിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ്. പോത്തിഫറിന്റെ ഭാര്യ യോസഫിനെ മാനഹാനി വരുത്തുകയാണ്. സ്തോത്രം. ഇതും സ്വപ്നത്തിലില്ല. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് നേരെ കാരാഗൃഹത്തിലോട്ട് യാത്ര. സ്തോത്രം. ഇതും സ്വപ്നത്തിലില്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. സ്വപ്നത്തിലുള്ളതേ നടക്കാവൂ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, വാഗ്ദത്തത്തിൽ പ്രവചനത്തിൽ കൂടി ലഭിച്ചതെല്ലാം നടക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് പല കാര്യങ്ങളും വിപരീതമായി നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിനക്കൊരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിനർത്ഥം നിനക്കൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്ത നിവൃത്തീകരണത്തിലേക്ക് ഞാനും നീയും എത്തും. അതിനു മുമ്പ് ശത്രു ഇടുന്ന മുടക്കുകളാണ് അതെല്ലാം. ഇതിനെ നമ്മൾ ആത്മമണ്ഡലത്തിൽ തിരിച്ചറിഞ്ഞ്, ആമേൻ, സ്തോത്രം, ആത്മാവിൽ യുദ്ധം ചെയ്ത് മുമ്പോട്ട് പോകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ടാണ് യോസഫ് വാഗ്ദത്തം കണ്ട സ്വപ്നം പ്രാപിച്ചത്? അത് ഒറ്റ ആൻസർ എനിക്ക് പറയാൻ നിങ്ങളോടുള്ളൂ. പാപത്തെ സ്വീകരിക്കാതെ ദൈവത്തെ സ്വീകരിച്ചു വാഗ്ദത്തം പ്രാപിച്ചു. എന്തുവാ? പാപത്തെ സ്വീകരിക്കാതെ ദൈവത്തെ സ്വീകരിച്ച് വാഗ്ദത്തം പ്രാപിച്ചു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ യേശു കർത്താവിനെ കൊണ്ടുപോയപ്പോൾ കർത്താവ് എങ്ങനെ മിണ്ടാതിരുന്നു, അതുപോലെ തന്നെയായിരുന്നു യോസഫ്. ഒന്നും പ്രതികരിക്കാൻ അവിടെ അധികമായിട്ടും നിന്നില്ല. പ്രതികരിക്കേണ്ട ആവശ്യമില്ല അവിടെ. സ്തോത്രം. പക്ഷെ അവനോട് കൂടെ ദൈവമുള്ളത് കൊണ്ട് ദൈവത്തോട് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് മനുഷ്യരോട് ഡിസ്കസ് ചെയ്യും, ഷെയർ ചെയ്യും. അവർ പറയുന്നത് അങ്ങോട്ടും പറയും, ഇങ്ങോട്ടും പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം വാഗ്ദത്തത്തെ ഇല്ലാതാക്കുന്നത് നമ്മൾ തന്നെയാ കൂടുതൽ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം, സ്തോത്രം, ഈ സന്ദർഭത്തിൽ ഞാനത് ഉപയോഗിക്കുക. സ്തോത്രം. വെറുതെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നാക്കും കൊണ്ട് ഉപയോഗിക്കരുത്. ഇങ്ങനെ നമ്മുടെ നാക്ക്, നമ്മുടെ അധരങ്ങൾ കർത്താവിന്റെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുന്ന നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നാം നമുക്ക് തന്നെ വെറുതെ വലവിരിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ നാവ് പിശാചിന് വിട്ടുകൊടുക്കുന്നത് കൊണ്ട് അവൻ അത് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആദരങ്ങൾ പിശാചിന് വിട്ടുകൊടുക്കുന്നത് കൊണ്ട് അവൻ അത് ഉപയോഗിക്കുന്നത്. സ്തോത്രം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്തോത്രം. ഏതെനിൽ ആദമിനെ ഹവ്വയിനെയും പാപം ചെയ്യിക്കാൻ വേണ്ടി പിശാച് 50% എഫേർട്ട് ഇട്ടിട്ടുള്ളൂ. 50% അവൻ ബുദ്ധി ഉപയോഗിച്ചു, ബാക്കി 50% ഹവ്വ ചെയ്തു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? 50% സാത്താൻ അവന്റെ ബുദ്ധിയോട് ഉപയോഗിച്ചുള്ളൂ, ബാക്കി 50% ഹവ്വ ചെയ്തു. ഇത് തന്നെയാ, ഇവൻ ബുദ്ധി ഉപയോഗിക്കാൻ വരുമ്പോൾ ഇവനെ അനുസരിക്കരുത്. ഇവനെ അനുസരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിട്ടുപോകുന്നത്. സ്തോത്രം. സാത്താനെ നാം അനുസരിച്ചാലേ സാത്താന് നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തും. സ്തോത്രം, ഹല്ലേലൂയ.
സാത്താനെ നാം അനുസരിക്കാത്തടത്തോളം കാലം അവന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം, ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് സാത്താനെ അല്ല പേടിക്കേണ്ട, ഭയം ദൈവത്തെയാ. സ്തോത്രം. കർത്താവിനോട് നമുക്ക് ഭയമാണ്, ദൈവത്തോട് നമുക്ക് ഭയമാണ്. യോസഫിന് അത് ഉണ്ടായിരുന്നു. സ്തോത്രം. യോസഫിന് ആ ഭയം ഉള്ളത് കൊണ്ട് ആ പോത്തിഫറിന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് മാറിപ്പോയത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവിന് നമ്മളെ ആഗ്രഹമുണ്ട് പ്രിയ മക്കളെ. യേശു കർത്താവിന് നമ്മളെ ആഗ്രഹമുണ്ടെന്നേ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെയാ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, പാപം വാതിക്കൽ കിടക്കുന്നു. ആമേൻ. സ്തോത്രം. പാപത്തെ നീ കീഴടക്കണം എന്നാണ് അവിടെ പറയുന്നത്. പാപത്തെ നീ കീഴടക്കണം. പലപ്പോഴും പാപം നമ്മളെയാ കീഴടക്കുന്നത്. സ്തോത്രം. ആമേൻ. അവിടെ വചനം പറയുന്നത് പാപത്തെ നീ കീഴടക്കണം എന്നാ പറയുന്നത്. സ്തോത്രം. നമ്മുടെ കാൽ കീഴാക്കേണ്ട സാധനമാ പാപം. സ്തോത്രം. അതിനിടയിൽ ഒരുപാട് പഠിപ്പീര് വരുന്നത് പാപം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, കർത്താവിന്റെ ആമേൻ അത് ക്ഷമിച്ചു കളയും. കർത്താവ് ക്ഷമിക്കും, ഡെഫിനറ്റ്ലി. ആമേൻ. കർത്താവ് ക്ഷമിക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല. ആമേൻ. ഏത് കടും ചുവപ്പേറിയ പാപവും ആമേൻ ഹിമം പോലെ വെളുപ്പിക്കുന്നവനാണ് നമ്മുടെ യേശു കർത്താവ്. സ്തോത്രം. പക്ഷെ കർത്താവിനെ പരീക്ഷിക്കാൻ പോകരുത്. സ്തോത്രം. അത് കളി മാറും. സ്തോത്രം. ഹല്ലേലൂയ. ഉത്തമഗീതം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, പ്രിയന്റെ ആഗ്രഹം എന്നോടാകുന്നു. എന്തുവാ പ്രിയന്റെ ആഗ്രഹം? ആരാ പ്രിയൻ? യേശു കർത്താവ്. യേശു കർത്താവിന്റെ ആഗ്രഹം എന്നോടാകുന്നു. അപ്പൊ രണ്ട് ആഗ്രഹങ്ങളാണ് നമ്മളോടുള്ളത്. ഒന്ന് പാപത്തിന്റെ ആഗ്രഹം നമ്മളോടാ, രണ്ട് യേശു കർത്താവിന്റെ ആഗ്രഹം നമ്മളോടാ. പാപം വാതിക്കൽ കിടക്കുന്നു പാപം. യേശു കർത്താവ് വാതിക്കൽ നിന്നും മുട്ടുന്നു. നീ ഏതിനെ സ്വീകരിക്കാം, അതായിരിക്കും നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അറിവില്ലായ്മയുടെ കാലഘട്ടമുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരായിരുന്നു ഞാനും, നമ്മളെല്ലാവരും. സ്തോത്രം. അറിവ് പ്രാപിച്ചിട്ടും വീണ്ടും അതിൽക്ക് തന്നെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നീ അടിമനുഖത്തിലേക്ക് തിരിഞ്ഞു പോകുന്നതിന് തുല്യമാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? പിന്നെയും അടിമനുഖത്തിലേക്ക് തിരിഞ്ഞു പോകുന്നതിന് തുല്യമാണ്. രണ്ട് ആഗ്രഹങ്ങളെ നടുക്ക് കിടക്കുമ്പോൾ സ്വതന്ത്രം നമ്മൾ ആഗ്രഹിക്കണം നാം ഏതിനെ ചൂസ് ചെയ്യണമെന്ന്. യോസഫ് ഇതിൽ ദൈവത്തോടു കൂടെയായിരുന്നു. യോസഫ് ആരോട് കൂടെയായിരുന്നു? യോസഫ് ദൈവത്തോടു കൂടെയായിരുന്നു. സ്തോത്രം. പോത്തിഫറിന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് വന്ന സെഡ്യൂസിങ് സ്പിരിറ്റിന്റെ പോരാട്ടത്തിൽ യോസഫ് ജയിച്ചു. സെഡ്യൂസിങ് സ്പിരിറ്റ്, വശീകരണത്തിന്റെ ആത്മാവ്. സ്തോത്രം. പിശാച് പല രീതിയിലാ പ്രവർത്തിക്കുക. അതുകൊണ്ട് വചനം പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവിൻ. വചനമുണ്ട്, പക്ഷെ എന്തുവാ തന്ത്രം എന്ന് ഇതുവരെയായിട്ട് ആർക്കും അറിയത്തില്ല. സ്തോത്രം. നമ്മളെല്ലാം പിശാചായിട്ട് കാണുന്നത് നമ്മുടെ കൂടപ്പുറപ്പുകളെയും മനുഷ്യരെയും ഒക്കെയാ പിശാചായിട്ട് കാണുന്നത്. നോ, നെവർ. ഇതിന്റെയൊക്കെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു അൺക്ലീൻ സ്പിരിറ്റ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ഡീമൺ സ്പിരിറ്റ് ഉണ്ട്. അതിനെതിരെ വേണം നമുക്ക് പോരാട്ടം. അതുകൊണ്ട് വചനം പറയുന്നത്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തെ അന്ധകാരത്തോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. സ്തോത്രം. ഇത് യോസഫിന് തിരിച്ചറിയാമായിരുന്നു. അതുകൊണ്ട് യോസഫ് അതിനെ ജയിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. പോത്തിഫറിന്റെ ഭാര്യയെ കൂടെ അടുത്തത് പിശാച് യോസഫിനെ വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യോസഫ് അവിടെയും ദൈവത്തെ ഭയപ്പെട്ടു. സ്തോത്രം. സാഹചര്യങ്ങൾ യോസഫിന് അനുകൂലമായിരുന്നു. പക്ഷെ യോസഫ് അവിടെയും ദൈവത്തെ ഭയപ്പെട്ടു. യോസഫിന് പിശാചിനെ അല്ലായിരുന്നു ഭയം, യോസഫിന് സാത്താനെ അല്ലായിരുന്നു ഭയം. യോസഫിന് ഭയം ഉണ്ടായിരുന്നത് ക്രിസ്തുവിനെ, ദൈവത്തെ ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ഓൺലൈൻ പ്രയർ മീറ്റിംഗ് ആണ്. കർത്താവിന്റെ ദാസൻ ഇതിന് ഒരുപാട് എഫേർട്ട് എടുത്ത് ഈ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ ലോകത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന വളരെ കാര്യഗൗരവമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അത്. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. അനേക യുവതലമുറകൾ വഴിതെറ്റിപ്പോകുന്നു. എന്തിനു പറയുന്നു? അനേക ശുശ്രൂഷകന്മാർ വഴിതെറ്റിപ്പോകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിക്കുന്ന കാലഘട്ടമായി ഈ കാലഘട്ടം. ഇതിനകത്ത് നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ആമേൻ. രക്തം കൊടുത്തു സമ്പാദിച്ച ദൈവസഭ, യേശു ക്രിസ്തു രക്തം കൊടുത്ത് സമ്പാദിച്ച ദൈവസഭ, യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണ് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് വചനമായി വെളിപ്പെടുന്നത്. ഈ വചനം
വചന വിരുദ്ധമായി പ്രസംഗിച്ച് ഇതിനെ നശിപ്പിച്ചു കളഞ്ഞ ഒരു കൂട്ടം ജനത്തെ അവൻ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ദുരുപദേശങ്ങൾ കടന്നു വരുമ്പോൾ ദുരുപദേശത്തെ തിരിച്ചറിയാൻ നാം വചനം പഠിക്കുക തന്നെ വേണം. ഹല്ലേലൂയ, ആമേൻ. അതൊരു ബൈബിൾ കോളേജിൽ പോയത് കൊണ്ട് പഠിച്ചു നമുക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ദൈനംദിന ജീവിതത്തിൽ വേദപുസ്തകം വായിക്കണം. വേദപുസ്തകം വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ ദൈവത്തോട് സംസാരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? യോസഫ് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ആമേൻ. നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ കർത്താവിനോട് സംസാരിക്കണം. ജോലി ചെയ്യുമ്പോൾ കർത്താവിനോട് സ്തോത്രം പറയണം, സംസാരിക്കണം. വാഹനം ഓടിക്കുമ്പോൾ സംസാരിക്കണം. സ്തോത്രം. ഞാൻ അങ്ങനെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ആദ്യമൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ സ്തോത്രം കർത്താവിനെ അറിഞ്ഞിട്ട് മുടിയനായ പുത്രനെ പോലെ തിരികെ പോയവനായിരുന്നു ഞാൻ. സ്തോത്രം. ആമേൻ. അവൻ ഒരിക്കൽ അപ്പനെ അറിഞ്ഞിട്ട് അപ്പന്റെ ഇടത്തു നിന്ന് ഇറങ്ങിപ്പോയവർക്ക് അവൻ സ്വതം തിരിച്ചു വരുമ്പോൾ അവൻ മനസ്സിലാകത്തുള്ളൂ അപ്പന്റെ സ്നേഹത്തിന്റെ വില എന്താണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഫ്രണ്ട് സീറ്റിൽ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ യേശു കർത്താവ് ഉണ്ടെന്ന് ചിന്തിച്ച് യേശു കർത്താവിനോട് സംസാരിച്ച് ഞാൻ പോകാറുണ്ട് ചില സമയങ്ങളിൽ. സ്തോത്രം. അത് ബാലിശികമായിട്ടുള്ള ചിന്തകളാണ്. സ്തോത്രം. പൊട്ടത്തരമാണെന്നൊക്കെ തോന്നും. സ്തോത്രം. പക്ഷേ നാം നമ്മുടെ ജീവിതത്തിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. അപ്പൊ കർത്താവിന്റെ ഇമ്പമായ സ്വരങ്ങൾ നാം കേൾക്കും. കർത്താവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. സ്തോത്രം. അതെങ്ങനെയാണെന്നറിയാമോ? ആമേൻ. നമ്മുടെ ജീവിതത്തിലെ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണോ, കഷ്ടത എന്താണോ, അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണോ, ഉത്തരം കിട്ടാത്ത പ്രതിസന്ധിയുടെ മുമ്പിലാണ് നീയും ഞാനും നിൽക്കുന്നതെങ്കിൽ അതിന്റെ മുമ്പിൽ യേശുവേ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതിന് മറുപടി പറഞ്ഞു തരുന്ന കർത്താവുണ്ട്. ഇപ്പോഴും ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. അത് അടക്കപ്പെട്ട് തീർന്ന ശക്തിയല്ലെന്ന്. ആമേൻ. അത് മൂന്നാമത്തെ ദിവസം കല്ലറയപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ പുനരുദ്ധാനത്തിന്റെ ശക്തിയുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാ. ആ കർത്താവ് നമ്മളോട് ഇന്നും സംസാരിക്കുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. വിലാപങ്ങൾ 5-ാം അധ്യായം അതിന്റെ 13-17 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യൗവനക്കാർ തിരികല്ല് ചുമക്കുന്നു, ബാലന്മാർ വിറക് ചുമടും കൊണ്ട് വീഴുന്നു. മനസ്സിലാകുന്നുണ്ടോ? ബാലന്മാർ വിറക് ചുമട് എടുത്തിട്ട് വീഴുന്നു. ഭാരങ്ങൾ ചുമന്ന് വീഴുന്ന അവസ്ഥകൾ. സ്തോത്രം. ഭാരങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അനാവശ്യമായ ചിന്തകൾ, അനാവശ്യമായ ശീലങ്ങൾ, ഇതെല്ലാമാണ് സ്തോത്രം ഈ ചുമടെന്ന് പറയുന്നത്. ഈ ചുമട് ചുമന്ന് വീണു പോകുന്ന അവസ്ഥ. യോസഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു ചുമടായിരുന്നു പോത്തിഫറിന്റെ ഭാര്യ. സ്തോത്രം. വാഗ്ദത്ത നിവൃത്തീകരണത്തിന് മുമ്പ് യോസഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു ചുമടായിരുന്നു പോത്തിഫറിന്റെ ഭാര്യ. പക്ഷേ സ്തോത്രം, ക്രിസ്തു ദൈവം കൂടെയുള്ള യോസഫിന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. യോസഫിന് മനസ്സിലായി ഈ ചുമട് എനിക്കൊരു ഭാരമായി മാറും. ഹല്ലേലൂയ. അവൻ അതിനെ കൃപയാൽ നീക്കിക്കളഞ്ഞു. സ്തോത്രം. ഞാൻ ആ ഭാഗങ്ങൾ ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ അതിന്റെ തൊട്ട് താഴോട്ട് പറയുക, 5:17, ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു, ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 2 രോഗങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. ഒന്ന് ശാരീരിക രോഗം, ഫിസിക്കലി നടക്കുന്ന രോഗം. 2 ആത്മീക രോഗം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ആമേൻ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ശാരീരിക രോഗത്തിനാണ്. പക്ഷെ ഇന്ന് മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം. ആമേൻ. എന്റെ ശരീരത്തിന്റെ രോഗം മാറിയില്ലെങ്കിലും എന്റെ ആത്മീക രോഗം മാറണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനാക്കുറവ് ഒരു ആത്മീക രോഗമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പിറുപിറുപ്പ് ഒരു ആത്മീക രോഗമാണെന്നേ. സ്തോത്രം. പിന്മാറ്റം ഒരു രോഗമാണ്. പിന്മാറ്റം എന്ന രോഗത്തെ വചനം കൊണ്ട് ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, ശരീരത്തിന്റെ രോഗങ്ങൾക്ക് വേണ്ടി, മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടല്ല നമ്മൾ ആക്കം കൂട്ടേണ്ടത്. 6 അടി മണ്ണിൽ ഒതുങ്ങിത്തീരുമ്പോൾ ഇവിടം കൊണ്ട് തീർന്നു പോകുന്ന സ്തോത്രം ഭൗതിക നന്മകൾക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടത്. മറിച്ച് നമുക്കൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഉണ്ട്. അത് നമ്മുടെ നിത്യതയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്തത്വം അതാണെന്ന് നാം മറന്നു പോകരുത്. വാക്തത്വത്തിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ അതിന് തടസ്സമായി വ്യാപരിക്കുന്ന സകല ലൈയിങ് സ്പിരിറ്റുകളെയും, സ്പിരിറ്റ് ഓഫ് ജലസിയെയും, അതുപോലെ സകല അന്ധകാര ശക്തികളെയും യുദ്ധം
ചെയ്ത് തകർത്തു കളഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ചങ്കുറ്റം ഈ നാളുകളിൽ തലമുറകൾ കാണിക്കണം. പ്രിയപ്പെട്ടവർ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാ. ശബാനഗന ഹംതുന അലഗഡഗന ഗസിയാരഗന. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. താഴോട്ട് അങ്ങനെ വായിച്ചു പോകുമ്പോൾ യോസേഫിന്റെ ചരിത്രം വായിക്കുമ്പോൾ ആമേൻ സ്വതന്ത്രം ബാല്യത്തിൽ ചുമട് ചുമക്കുന്ന ആമേൻ സ്വതന്ത്രം പ്രിയപ്പെട്ടവരുണ്ട്. യൗവന പ്രായത്തിൽ ചുമട് ചുമക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സാത്താന്റെ തന്ത്രം ഇതാ, എന്തെങ്കിലും ഒരു ചുമട് നമ്മുടെ മണ്ടയിൽ കൊണ്ട് വെച്ച് തരും, അത് ചുമപ്പിക്കുക. അത് ചുമന്ന് അത് എവിടെങ്കിലും കൊണ്ട് ഇടാൻ പറ്റുമോ എന്ന് നോക്കി 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 മനുഷ്യനെ വല്ലാതെ വട്ടം ചുറ്റിപ്പിച്ച് വട്ടം കറക്കി അവൻ ഈ അന്ത്യകാലത്ത് അവന്റെ കൂടെ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് സാത്താന്റെ ഡ്യൂട്ടി. സ്തോത്രം, ആമേൻ. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ ഒരു തീരുമാനമെടുക്കണം. സാത്താൻ എന്റെ തലയിൽ വെച്ച് വരുന്ന ഒരു ചുമടും എടുക്കാൻ ഞാൻ തയ്യാറല്ല. സ്തോത്രം, ആമേൻ. അതിനെ വിവേചിച്ചറിയാൻ ഒരു വിവേചനപരം എനിക്ക് വേണം കർത്താവ്. ആമേൻ. തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയുവാൻ, ആമേൻ സ്തോത്രം, എനിക്കൊരു വിവേചനപരം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. സ്തോത്രം, ആമേൻ. പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാൽ മടക്ക്. സ്തോത്രം, ഹല്ലേലൂയ, അവൻ മുഴങ്കാൽ മടക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുമെന്ന്. സ്തോത്രം, പ്രാർത്ഥനാ മുറിക്കകത്ത്. ഈ പ്രാർത്ഥനാ മുറി എന്ന് പറയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് വീടിനകത്തൊരു മുറി ക്രമീകരിക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കാറ് അതൊരു പ്രാർത്ഥനാ മുറിയാണ്. സ്തോത്രം, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. ആമേൻ സ്തോത്രം. നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാൻ അവസരം കാണിക്കണം. പ്രാർത്ഥനാ മുറിക്കകത്ത് കർത്താവുമായി സംസാരിക്കുമ്പോൾ, സംഭാഷണം നടത്തുമ്പോൾ, ഹല്ലേലൂയ, ദൈവ പ്രവൃത്തി നിങ്ങളിലേക്ക് വെളിപ്പെടാൻ തുടങ്ങും. കൃപ നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മൾ അത് അനുഭവിച്ച് മുമ്പോട്ട് പോകണം. സ്തോത്രം. അവിടെ ഉൽപ്പത്തി 39 അധ്യായം വായിക്കുമ്പോൾ പോത്തിഫറിന്റെ ഭാര്യയിൽ കൂടി സാത്താൻ വശീകരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതേപോലെ തന്നെ 39 വായിച്ച് 40 വായിച്ച് 41 അധ്യായത്തിൽ എത്തുമ്പോൾ യോസഫ് സ്വപ്നം നിവർത്തീകരിക്കപ്പെടുകയും ഫറവോൻ യോസഫിന്റെ പേര് മാറ്റുകയാണ്. എന്നിട്ട് അവിടെ കൊടുക്കുകയാണ്, യോസഫിന്റെ പേര് സാപ്നത്ത് പനേഹ് എന്ന് യോസഫിന് പേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവൻ എന്ന് ഫറവോൻ ഒരു പേരിടുകയാണ്. അതിനുശേഷം ഫറവോൻ അവിടുത്തെ പുരോഹിതനായ, മറ്റേ ജയിലർ പോത്തിഫറിന്റെ ഭാര്യയല്ല, പുരോഹിതനായ പോത്തിഫറിന്റെ മകളുമായി ഈ യോസഫിന് ഒരു വിവാഹം ഉറപ്പിക്കുകയാണ്. സ്തോത്രം. ആ മകളുടെ പേരാണ് ആസ്നത്ത്. ആസ്നത്തുമായിട്ടൊരു വിവാഹം ഫറവോൻ ക്രമീകരിക്കുക. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 39 അധ്യായത്തിൽ പോത്തിഫറിന്റെ ഭാര്യയുടെ അവിഹിത ബന്ധത്തിനകത്ത് കുടുങ്ങിപ്പോയായിരുന്നെങ്കിൽ ഇവൻ ഈ സ്വപ്നം നിവർത്തീകരിക്കപ്പെടത്തില്ലായിരുന്നു. സ്തോത്രം, മനസ്സിലാകുന്നുണ്ടോ? സ്വപ്നം നിവർത്തീകരിക്കപ്പെടത്തില്ലായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം. സ്വപ്നം വാക്തത്വം നിവർത്തീകരിക്കുന്നതിന് മുമ്പ് നിന്നെ തളച്ചിടുവാൻ പിശാച് ശ്രമിക്കുന്ന അവന്റെ സകല പദ്ധതിക്കകത്തു നിന്നും ഊരിപ്പോരാൻ കൃപയുണ്ടായി മാറണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടുന്ന് മാറാൻ അവൻ ചങ്കുറ്റം കാണിക്കണം. അതിനുള്ള കൃപ നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. നമ്മളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ തിരിച്ചറിഞ്ഞ രീതി ജീവിക്കണം. അറിവില്ലായ്മയുടെ കാലഘട്ടം ഒരുപാട് നമുക്ക് ഉണ്ടായിരുന്നു. സ്തോത്രം. അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി കർത്താവിലേക്ക് അധികമായി അടുത്തടുത്ത് പഠിച്ചു വരുമ്പോൾ ചിലതിനെയൊക്കെ അങ്ങ് ഉപേക്ഷിക്കാൻ നാം തീരുമാനമെടുക്കും. സ്തോത്രം. എന്തിനു വേണ്ടിയാ? പ്രിയന്റെ ആഗ്രഹം എന്നോടാകുന്നു. സ്തോത്രം. എന്റെ യേശുവിന്റെ ആഗ്രഹം എന്നോടാകുന്നു. കർത്താവിന്റെ ആഗ്രഹം എന്നോടാകുന്നു. അവനെ വിട്ട് എനിക്ക് മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വരും. പ്രൈസ് ഗോഡ്. ഇവിടെ 39 അധ്യായത്തില് സ്തോത്രം, ഈ പോത്തിഫറിന്റെ ഭാര്യയുമായിട്ട് ഒരു രഹസ്യ ബന്ധം വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ യോസഫിനെ സെലക്ട് ചെയ്യാമായിരുന്നു, അല്ലെ? ആരും അറിയത്തില്ലായിരുന്നു. അങ്ങനെ സെലക്ട് ചെയ്തായിരുന്നെങ്കിൽ യോസഫ് കാരാഗ്രഹത്തിൽ പോകത്തില്ലായിരുന്നു. യോസഫ് കാരാഗ്രഹത്തിൽ പോയത് കൊണ്ടാണ് അവിടെ നിന്ന് വാക്തത്വ നിവൃത്തീകരണത്തിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. സ്തോത്രം. ഇനി എന്തോ ആയിക്കൊള്ളട്ടെ, ഈ പോത്തിഫറിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഈ യോസഫിന് 41 അധ്യായത്തിൽ ഒരു വിവാഹം നടന്നതുപോലെ എന്തായാലും ഒരു വിവാഹം നടക്കത്തില്ലേ? ആ വിവാഹം നടക്കുന്ന സമയത്ത്
ഈ ബന്ധം ഉപേക്ഷിക്കാനും പറ്റുന്നില്ല, അവിടെ ഇട്ട് പറയാനും പറ്റുന്നില്ല. ഇതിനെ പറയുന്ന പേരാണ്, ആമേൻ സ്തോത്രം, ചുമട് ചുമക്കുക എന്ന് പറയുന്നത്. അനാവശ്യമായ ഭാരങ്ങൾ ചുമന്ന് നടക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. തലമുറകളെ വേട്ടയാടുന്ന, തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന പൈശാചിക പോരുകൾ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറട്ടെ. ആമേൻ സ്തോത്രം. കരയുന്ന മാതാപിതാക്കളിലെ നിങ്ങളുടെ തലമുറകൾ യാത്ര ചെയ്യുന്ന സമസ്ത മേഖലകളിലും എന്റെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായി മാറട്ടെ. വഴിതെറ്റിച്ചു കളയുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ, ഓ ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറയിൽ നിന്നും രക്ഷപ്പെടുവേ. പൗലോസ് അത് വീണ്ടും എടുത്ത് കോട്ട് ചെയ്യുകയാ. വക്രത നിറഞ്ഞ ലോകത്തിൽ നിന്നും, തലമുറയിൽ നിന്നും രക്ഷപ്പെടുവേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ തലമുറകളെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ചുള്ള വാഗ്ദത്ത നിവൃത്തീകരണത്തിന് മുമ്പ് അവനെ തകർത്ത് കളയാൻ, പിഴുതു കളയാൻ, അകാലത്തിൽ എടുത്തു കളയാൻ വേണ്ടി ശ്രമിക്കുന്ന അന്ധകാര ശക്തികളോട് ഈ നാളുകളിൽ പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് ഫൈറ്റ് ചെയ്യണം. ഹല്ലേലൂയ. അതിനുള്ള ചങ്കുറ്റം നമ്മൾ കാണിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കാരണം യൗവനപ്രായത്തിൽ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുക്കാനുള്ള ചങ്കുറ്റം കർത്താവ് കാണിച്ചില്ലേ? സ്തോത്രം. ചോര തന്ന് നമ്മളെ സമ്പാദിച്ചില്ലേന്നേ? സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന് അല്പമെങ്കിലും നമ്മൾ തിരിച്ച് കാണിച്ചു കൊടുക്കുക. സ്തോത്രം. കാരണം കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ ശരീരമാണ്, നിങ്ങൾ എൻ്റെ മന്ദിരമാണ്, നിങ്ങളുടെ സകല അവയവങ്ങളും എൻ്റെ ആയുധങ്ങളായി, നീതിയുടെ ആയുധങ്ങളായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ, ബാംഗ്ലൂർ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്, ആമേൻ, കേരളത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്, മറ്റു പല ദേശങ്ങളിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ഓരോ വ്യക്തി ജീവിതങ്ങളോടും പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നിങ്ങളെ ഓരോ സ്ഥാനത്തും കൊണ്ടുവച്ചിരിക്കുന്നത് ആമേൻ സാത്താന്റെ തന്ത്രങ്ങളെ തകർത്ത് കളയാനുള്ള ദൈവത്തിന്റെ ആയുധങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. അത് അവിടെ ഇരുന്ന് തുരുമ്പ് പിടിച്ചു പോകാനുള്ളതല്ല. ഇറങ്ങി പ്രവർത്തിക്കണം, ഫൈറ്റ് ചെയ്യണം, പ്രാർത്ഥിക്കണം, അന്യഭാഷയിൽ കർത്താവിനോട് സംസാരിക്കണം. ആമേൻ സ്തോത്രം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നെന്ന് വചനം പറയുമ്പോൾ, അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് സംസാരിക്കണം, പ്രാർത്ഥിക്കണം, ആത്മാവിൽ പോരാടണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥന മുറിക്കകത്ത് നിങ്ങളെ ഒരു ആത്മതലത്തിലേക്ക് കർത്താവ് യാത്ര ചെയ്യിപ്പിക്കും, കൊണ്ടുപോകും. സ്തോത്രം. അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു പോകുമ്പോൾ, ഹല്ലേലൂയ, അവൻ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ ആകാശ മണ്ഡലങ്ങളിൽ കയറി അവൻ നമ്മുടെ വാക്തത്വങ്ങളെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ തലമുറകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ ജീവിത പങ്കാളിയെ തകർക്കുവാൻ ശ്രമിക്കുന്ന, നമ്മുടെ മാതാപിതാക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ മക്കളെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥന മുറിക്കകത്ത് കൊണ്ടുവന്ന് അവന്റെ തലയെ ചവിട്ടിക്കളയുന്ന അഭിഷേകത്താൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുമെന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, പാമ്പിനെയും തേളിനെയും സകല ശത്രുബലത്തെയും ചവിട്ടുവാൻ എന്റെ മേൽ ദൈവം അധികാരം നൽകി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ നാളുകളിൽ അതിനുവേണ്ടി നാം ബലപ്പെടണം പ്രിയപ്പെട്ടവർ. ആമേൻ. ഇവിടെ ഈ സെഡ്യൂസിങ് സ്പിരിറ്റ് വ്യാപരിക്കുക, വശീകരണത്തിന്റെ ആത്മാവ് വ്യാപരിച്ച് യോസഫിനെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കാതിരിക്കുകയാണ്. സ്തോത്രം. അപ്പൊ അവിടെ യോസഫ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. യോസഫ് അവിടെ പറയാണ്, പോത്തിഫറിന്റെ ഭാര്യ ആമേൻ സ്തോത്രം ആഗ്രഹം അറിയിച്ചപ്പോ, അതായത് പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നതല്ല പറയുന്നത്, ഇത് തന്നെ സെഡ്യൂസിങ് സ്പിരിറ്റ് പോത്തിഫറിന്റെ അകത്ത് കയറിയിച്ച് പാപത്തിന്റെ ആഗ്രഹം യോസഫിനോട് അറിയിക്കുക, നിന്നെ എനിക്ക് വേണം, ആരും അറിയത്തില്ല. സ്തോത്രം. അപ്പൊ യോസഫ് അവിടെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആമേൻ. യജമാനൻ ഈ വീട്ടിലെ സകലതും എനിക്ക് നൽകി തന്നിട്ടുണ്ട്, ഈ വീട്ടിലെ സകലത്തിലും എനിക്ക് അവകാശം നൽകി തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, യജമാനന്റെ ഭാര്യയായ നിന്നെ ഒഴികെ, ആമേൻ, നിന്നെ ഒഴികെ സകലത്തിലും യജമാനൻ എനിക്ക് അധികാരം നൽകി തന്നിട്ടുണ്ട് എന്ന് യോസഫ് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാ. സ്തോത്രം. കൃപയുള്ള ദൈവ പൈതലിന്, ദൈവം കൂടെയുള്ള ഒരു ദൈവ പൈതലിന് മനസ്സിലാകും, എന്റേത് ഏതാ, ഞാൻ അനുഭവിക്കേണ്ടത് ഏതാണ്, ഞാൻ അനുഭവിക്കാൻ പാടില്ലാത്തത് ഏതാണെന്ന് മനസ്സിലാകും. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ. വചനത്തിന്റെ മുമ്പിൽ, ആമേൻ സ്തോത്രം, വചനത്തിന്റെ നിറവിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, ആമേൻ, വളരെ വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് കൂടി വന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളോട്, ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാ, നിന്നെ തകർക്കുവാൻ ശത്രു ഒരുക്കുന്ന പദ്ധതികളെ ഈ നാളുകളിൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്തത്വം മഞ്ഞു പെയ്യുന്ന സ്ഥലമല്ല. ആമേൻ.
എന്നാ മഞ്ഞ് പെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആരും കാശ്മീരിലോട്ട് പോകാത്തത്? സ്തോത്രം. അവിടെ മഞ്ഞ് പെയ്യുമല്ലോ. സ്തോത്രം. നമ്മുടെ വാക്തത്വം മഞ്ഞ് പെയ്യുന്ന സ്ഥലമല്ല. നമ്മുടെ വാക്തത്വം 2 നില വീടല്ല. നമ്മുടെ വാക്തത്വം മുമ്പിൽ കിടക്കുന്ന കാർപ്പുറച്ച് കിടക്കുന്ന 2-3 കാറുകളല്ലെന്ന്. നമ്മുടെ വാക്തത്വം ഏക്കർ കണക്കിന് സ്ഥലങ്ങളല്ലെന്ന്. നമ്മുടെ വാക്തത്വം നിത്യതയാണെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. ആമേൻ. ആരാധനയെ മാറ്റി, ആരാധനയെ വൈകൃതമാക്കി, പ്രാർത്ഥനയെ വൈകൃതമാക്കി കളഞ്ഞ്, വചനത്തെ തിരുത്തിക്കളഞ്ഞ് ശത്രുവാകുന്ന സാത്താൻ ഒരു ഗ്രൂപ്പിനെ വാക്തത്വദേശത്തിലേക്ക് എത്തിപ്പിക്കാതെ മരുഭൂമിയിൽ നശിപ്പിച്ചു കളയുന്ന, ഒടുക്കിക്കളയുന്ന പൈശാചിക തന്ത്രം ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ എന്നെ പേഴ്സണലായിട്ട് ഒരുപാട് വ്യക്തി ജീവിതങ്ങൾ ഇപ്പോൾ വിളിക്കാറുണ്ട്. സ്തോത്രം. പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ വേണ്ടി. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ അണുവിട തെറ്റാതെ വിളിച്ചു പറയുമ്പോൾ, സ്തോത്രം, പാസ്റ്ററെ ഇങ്ങനെ പെട്ടുകിടക്കുകയാ, എന്താ ചെയ്യുക, ഒന്ന് ഊരി വരാ, സ്തോത്രം എന്ന് പറയുന്ന എത്ര യൗവനക്കാരുണ്ടെന്നറിയോ? സ്തോത്രം. എത്ര യുവതികളുണ്ടെന്നറിയോ? സ്തോത്രം. ആമേൻ. രക്ഷപ്പെടാൻ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ രക്ഷപ്പെടാൻ പറ്റാത്ത ലെവലിൽ കുരുക്കിൽപ്പെട്ട് കിടക്കുക. സ്തോത്രം. ആമേൻ. അത്തരത്തിലുള്ള കുരുക്കിലേക്ക് നമ്മുടെ തലമുറകൾ വീണ് പോകരുത്. മാതാപിതാക്കളെ, നിങ്ങളുടെ കണ്ണുനീര് വെറുതെയായി മാറരുത്. ഓ, നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീര് സമയമില്ലാത്ത സമയത്തും ഈ സൂം മീറ്റിംഗിൽ വന്ന് അറ്റൻഡ് ചെയ്തത് വെറുതെയായി പോകരുത്. പ്രിയപ്പെട്ടവരെ, അവൻ ഓരോ ദിവസവും ഉപവസിച്ച് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയ മാതാപിതാക്കളോട്, അവൻ സ്വന്തം ദൈവജനത്തോട് അവൻ എനിക്ക് പറയാനുള്ളത്, പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് ഈ നാളുകളിൽ യാത്ര ചെയ്യണം. സ്തോത്രം. യോസഫ് പാപത്തെ കീഴടക്കുകയാണ്. വാതിക്കൽ കിടന്ന പാപത്തെ യോസഫ് കീഴടക്കി. യോസഫിനറിയാം, അവൻ ഞാൻ അനുഭവിക്കേണ്ടത് ഏതാ, ഞാൻ അനുഭവിക്കാൻ പാടില്ലാത്തത് ഏതാണ്. സ്തോത്രം. അത് മനസ്സിലാക്കി യോസഫ് അവൻ പാപത്തെ കീഴടക്കി. അവൻ ഇന്ന് രാത്രി അവൻ സ്വത്രം എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. അവൻ പ്രിയന്റെ ആഗ്രഹം നിന്നോടാകുന്നു. സ്വത്രം. യോസഫ് കണ്ട സ്വപ്നങ്ങൾ നടക്കുമ്പോൾ യോസഫ് കാണാത്ത പല കാര്യങ്ങളും, സ്വപ്നത്തിൽ കാണാത്ത പല കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ നടന്നു വന്നത് അവൻ സ്വത്രം അവന്റെ സ്വപ്നത്തെ അവന്റെ വാക്തത്വത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാ, അത് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനേകം പരിശോധനകൾ ഇതുപോലെ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആ പരിശോധനയ്ക്കകത്തെല്ലാം ഞാൻ ആരാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ, സ്തോത്രം, ഉത്തമമായ ബോധ്യത്തോടെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാനും ദൈവവുമായി സംസാരിക്കുന്നത്, പാപത്തിനെ ഞാൻ കീഴടക്കും, പാപം എന്നെയല്ല കീഴടക്കുന്നത് എന്ന് ദൃഢനിശ്ചയത്തോടെ ഈ നാളുകളിൽ യാത്ര ചെയ്യാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. മാതാപിതാക്കൾ അറിയാതെ, രക്തബന്ധങ്ങൾ അറിയാതെ, കൂടപ്പിറപ്പുകൾ അറിയാതെ, സ്വന്തം ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ, സാത്താൻ നമ്മുടെ വാക്തത്വങ്ങളെ തടസ്സപ്പെടുത്താൻ കൊണ്ടിരുന്ന കുരുക്കിനകത്ത്, ചുമടിനകത്ത് എടുത്ത് ചുമന്നുകൊണ്ട് നടക്കരുത്. സ്തോത്രം. ആമേൻ. അനേക ദൈവമക്കൾക്ക് പറ്റിപ്പോകുന്ന വീഴ്ചകളാണ്. അവൻ ചുമന്ന് വീണു പോകുക. ആമേൻ. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കട്ടെ. കർത്താവേ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ചില മെസ്സേജുകളൊന്നും ചിലർക്ക് ദഹിക്കത്തില്ല, ഡൈജസ്റ്റ് ആവത്തില്ല. സ്തോത്രം. അതങ്ങനെയാ. യേശു കർത്താവ് 12-ാമത്തെ വയസ്സിൽ ലാവണ്യത്തോടെ സംസാരിച്ചു. സ്തോത്രം. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൺവെൻഷൻ പോലെ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് അനേക ആൾക്കാർ യേശുവിന്റെ കൂടെ കൂടി. അപ്പൊ യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ അല്ല, 5000 പുരുഷന്മാരെ. അപ്പൊ അതിലും കൂടുതൽ ആൾക്കാരുണ്ട്, കുടുംബമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പോഷിപ്പിച്ചു. അപ്പം തിന്ന മീനും തിന്ന ആൾക്കാരെ യേശുവിന്റെ കൂടെ നടക്കാൻ തുടങ്ങി. യേശുവിന്റെ കൂടെ നടന്ന യേശു കുറെ കഴിഞ്ഞപ്പം യേശു പ്രസംഗത്തിന്റെ റൂട്ട് അങ്ങ് മാറ്റി. സ്തോത്രം. യേശു പ്രസംഗിക്കാൻ തുടങ്ങി, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഭൗതികമായ അപ്പം അവിടെ ഇല്ല. ഭൗതികമായ മീൻ അവിടെ ഇല്ല. അത് ഇല്ലാതായപ്പം കുറെ എണ്ണം യേശുവിനെ വിട്ടുപോയി. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യഥാർത്ഥമായ വചനം ശുശ്രൂഷിക്കുമ്പോൾ, സ്തോത്രം, ഒരുപാട് പേര് ഇല്ലെന്ന് വരും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ആദ്യമേ കർത്താവിന് അറിയാമായിരുന്നു അത് 2-3 പേരെ ഐക്യത്തോടെ കൂടുന്നുണ്ടെങ്കിലും സത്യവചനെ സംസാരിക്കാൻ പാടുള്ളൂ. സ്തോത്രം. ആളിന്റെ പെരുപ്പത്തിലല്ല പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ഒരുക്കത്തിലാണ് കർത്താവ് ഇടപെടുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആളിന്റെ പെരുപ്പത്തിലല്ലേ, ആത്മാവിന്റെ ഒരുക്കത്തിലെ കർത്താവ് ഇടപെടുന്നത്. 2 പേരുണ്ടെങ്കിൽ 2 പേര് മതിയെന്നേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അവിടെ
ഇത് ഭയങ്കര കടുപ്പമേറിയ വാക്കെന്ന് പറഞ്ഞ് ശിഷ്യന്മാര് യേശുവിനെ വിട്ടുപോയി. യേശുവിന്റെ ശിഷ്യൻ പറഞ്ഞ 12 ശിഷ്യന്മാരല്ല, യേശുവിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു, ഫോളോ ചെയ്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇത് ഭയങ്കര കടുപ്പമേറിയ വാക്ക്, ഇതൊക്കെ എങ്ങനെ പാസ്റ്റർ, ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പ ഭാഷ, ഇതൊക്കെ നടത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാഷ അനുഭവത്തിൽ വരുമ്പോഴേ അറിയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനൊക്കെ നമുക്ക് വായ ഇങ്ങനെ മുതിർന്നു വരും. സ്തോത്രം, ആമേൻ, സ്തോത്രം, കർത്താവ്, ആമേൻ. അവരങ്ങ് യേശുവിനെ വിട്ടു പോയി, യേശുവിനെ വിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് യേശു തിരിഞ്ഞൊരു ചോദ്യം ചോദിച്ചു 12 ശിഷ്യന്മാരോട്, നിങ്ങൾക്കും പോകണോ? നിങ്ങൾക്കും പോകണോ? സ്തോത്രം. 12 ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങൾ എങ്ങോട്ട് പോകാൻ? കാരണം യഥാർത്ഥ വെളിപ്പാട് കിട്ടിയവരവര്. അവരോട് ഞങ്ങൾ എങ്ങോട്ട് പോകാൻ? സ്തോത്രം. കർത്താവെ, അപ്പവും മീനും ഞങ്ങൾക്ക് കടയിൽ കിട്ടും. സ്തോത്രം. അപ്പവും മീനും ഞങ്ങൾക്ക് വേണമെങ്കിൽ, സ്തോത്രം, സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. പക്ഷെ എവിടെയും കിട്ടാത്ത ഒരു സാധനം നിന്റെ അകത്തുണ്ട്. അതാ നിത്യ ജീവ മൊഴികൾ നിന്റെ അകത്തുണ്ട് കർത്താവേ. ആമേൻ, സ്തോത്രം. അത് കിട്ടാൻ ഞങ്ങൾക്ക് അത് മാർക്കറ്റിൽ കിട്ടത്തില്ല, അത് നിന്റെ അകത്തെ കിട്ടത്തുള്ളൂ. നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി വസിക്കും? ഹല്ലേലൂയ. ഓ, നിത്യ ജീവ മൊഴികൾ നിന്നിലുണ്ട് പരനെ, നിത്യ ജീവ മൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ കാടിയങ്ങൾ എന്നു പോയി വസിക്കും, നിന്നെ കാടിയങ്ങൾ പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഓ, നമ്മുടെ സമ്പത്ത് കർത്താവാ, മറ്റൊന്നും അല്ലെന്നൊരു ബോധ്യം ആദ്യമാണ്. സ്തോത്രം. ആ ഏറ്റവും വലിയ സമ്പത്തിനെ വിട്ട് തുരുമ്പിച്ചു പോകുന്ന ഇവിടത്തെ നന്മയ്ക്ക് വേണ്ടി പുറകെ പോകരുത് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, കർത്താവ് അതോടെ സകലതും നിങ്ങൾക്ക് നൽകി തരും. സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 5 മുതൽ 6, 5-6 വാക്യങ്ങൾ, യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ അതിന്റെ പശ്ചാത്തലം ഞാൻ പറയാം. അവിടെ അവൻ 38 വർഷമായിട്ട് അവൻ, സ്തോത്രം, പക്ഷപാതം പിടിച്ച് കിടക്കുന്ന ഒരു രോഗി എവിടെയുണ്ട്. രോഗി. ആ രോഗിയെ നോക്കിയിട്ട് യേശു കർത്താവ് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്തോ ചോദിച്ചേ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? സ്തോത്രം. ഞാൻ ഈ മെസ്സേജിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, 2 രോഗങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. ഒന്ന് ഫിസിക്കലി ഉള്ള രോഗവും, ഒന്ന് ആമേൻ ആത്മീക രോഗവും. മനസ്സിലാവുന്നുണ്ടോ? ഫിസിക്കലി സിക്നസ്സും ഉണ്ട്, സ്പിരിച്വൽ സിക്നസ്സും ഉണ്ട്. 2 രോഗങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിനകത്തുള്ളത്. ആമേൻ. ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് ഫിസിക്കലി ഒരു രോഗത്തിന്റെ കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ മെസ്സേജ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ ആമേൻ സ്പിരിച്വൽ സിക്നസിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് ആമേൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 38 വർഷമായിട്ട് ഒരു രോഗത്തിൽ കിടക്കുകയാണ്. ആമേൻ. ഒരു ആത്മീക രോഗത്തിൽ കിടക്കുകയാണെന്ന് നിങ്ങൾ കരുതുക. സ്തോത്രം. ആ ദുശീലങ്ങളാണ് ഈ ആത്മീക രോഗങ്ങൾ എന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ. പെട്ടെന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, സാത്താൻ, പിശാച്, അവന്റെ ഒരു പ്രഥമ തന്ത്രം എന്താണെന്ന് അറിയാമോ? നമ്മളെ കൊണ്ട്, ദൈവമക്കളെ കൊണ്ട് രഹസ്യത്തിൽ പാപം ചെയ്യിപ്പിക്കും. രഹസ്യത്തിൽ പാപം ചെയ്യിപ്പിച്ചിട്ട് അവന്റെ വർക്ക് ഫിനിഷ് ചെയ്യുന്നത് പരസ്യമായിട്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പബ്ലിക്കലി അവൻ ഫിനിഷ് ചെയ്യും. ആമേൻ, ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം, ആമേൻ, രാത്രികാലം പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ആമേൻ, സ്തോത്രം, പല രഹസ്യത്തിൽ തുടങ്ങിയ പാപങ്ങളും പകുതിക്ക് വെച്ച് നിന്നു പോയതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇതേപോലെ ഓരോ പ്രയർ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടും, അവൻ അണുവിടാതെ കണ്ണുനീർത്തുള്ളികൾ കവിൾത്തടത്തിൽ കൂടി ഒഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടുമാണ് പല തലമുറകളും പരസ്യകോലമായി മാറാതിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പരസ്യമായി അവന്റെ വർക്ക് ഫിനിഷ് ചെയ്ത് നശിപ്പിച്ചു കളയുവാൻ വേണ്ടി വാദിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ, ഓ റിഖബാല ശാന്തനെ ലഗഡഗനഗസിയ, ചലഞ്ച് ചെയ്യുന്ന പൈശാചിക പോരുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവൻ, സ്തോത്രം, ദൈവമക്കൾ ഒന്നടങ്കം വിളിച്ചു പറയണം, സാത്താനെ, നിനക്ക് ഞങ്ങളുടെ മേൽ അവകാശമില്ല. കാരണം യേശുവിന്റെ രക്തത്താലും വചനത്താലും ഞങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. അവന്റെ രക്തത്താൽ ഞങ്ങൾ സമ്പാദിക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ സമ്പത്ത് യേശു ക്രിസ്തുവാണ്. അവൻ കാൽവറിയിൽ അവൻ നിന്റെ തലയെ തകർത്തു. ഇന്ന് നിന്റെ പദ്ധതികൾ ഞങ്ങൾക്ക് നേരെ ഫലിക്കത്തില്ല. നിന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുകയാണെന്ന് പറഞ്ഞ് ശാസിക്കാനുള്ള ഒരു കൃപ നമ്മൾ ഈ നാളുകളിൽ പ്രാപിച്ചെടുക്കണം പ്രിയപ്പെട്ടവരെ. ഇവിടെ ഒരു ആത്മീക രോഗം 38 കൊല്ലമായിട്ട് ഒരു ആത്മീക രോഗം പ്രാപിച്ചു കിടക്കുമ്പോ
കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആമേൻ, ആമേൻ. ഒന്നാമത്തെ കാര്യം നിനക്ക് മനസ്സുണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ മനസ്സുണ്ടാകണം. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സുണ്ടെങ്കിലേ കർത്താവ് വിടുവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. മനസ്സുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ രണ്ടാമത്തെ വാക്ക് അവിടെ ഉണ്ട്, കിടക്കയെടുത്ത് നടക്കുക. അതിനെ ഞാൻ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് മാറ്റി പറയുകയാണ്. ആമേൻ, സ്തോത്രം. വചനത്തെ മാറ്റുന്നു നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. വചനം എടുത്ത് നടക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഫിസിക്കലി രോഗമുള്ളവനോട് പറഞ്ഞു, ആമേൻ, സ്തോത്രം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ കിടക്കയെടുത്ത് നടക്കുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആത്മീക രോഗമുള്ളവരോട് പരിശുദ്ധാത്മാവ് പറയുകയാ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ വചനം എടുത്ത് നടക്കുക. ഹല്ലേലൂയ. Thank you, Jesus. Amen. ഈ നാളുകളിൽ എവിടെയാണോ കുടുങ്ങിപ്പോയിരിക്കുന്നത്, എവിടെയാണോ വീണുപോയിരിക്കുന്നത്, ആ മേഖലകളിൽ വിടുതൽ പ്രാപിക്കാൻ വേണ്ടിയിട്ട് നാം തന്നെ മനസ്സ് കാണിക്കണം. ഹല്ലേലൂയ. ഒന്ന്, നിനക്ക് ആഗ്രഹം ഉണ്ടാകണം. സ്തോത്രം, ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, ബലാത്കാരികൾ സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നു, ബലാത്കാരനെ അല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പോകുന്നില്ലെന്ന് എന്ന് പറഞ്ഞ ശത്രുവിനോട് ഫൈറ്റ് ചെയ്തിട്ടല്ലാതെ നിത്യതയിൽ നിനക്ക് എത്താൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിനകത്തും ആമേൻ, സ്തോത്രം, ഇന്ന് അഗാപ്പെ ക്രൈസ്റ്റ് ചർച്ചിന്റെ പാസ്റ്ററായിട്ട് നിൽക്കേണ്ടത് ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു. പക്ഷെ നിൽപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇന്ന് പകൽക്കാലം ഈ സൂം മീറ്റിംഗിൽ കൂടി ശുശ്രൂഷിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ശുശ്രൂഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്റെ ജീവിതത്തെ യാത്രയുടെ പല മേഖലകളിലും എന്നെ താളടിയാക്കി കളയാൻ വേണ്ടി, എന്നെ തകർത്ത് കളയാൻ വേണ്ടി, എന്നെ നിന്ദിപ്പിച്ച് കളയാൻ വേണ്ടി, എന്നെ അപമാനിച്ച് കളയാൻ വേണ്ടിയിട്ട്, എന്നെ ഇല്ലാതാക്കി കളയാൻ വേണ്ടിയിട്ട്, വെറും സീറോയാക്കി സാത്താന്റെ കൂട്ടത്തിൽ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാത്താൻ ഒരുപാട് പദ്ധതികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്തോത്രം. പക്ഷേ അന്നൊന്നും ഞാൻ ആ പദ്ധതികളെ തിരിച്ചറിഞ്ഞില്ല. അവൻ ആരോ എവിടെയോ എന്റെ കരയുന്ന മാതാപിതാക്കൾ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭകൾ, ഇതുപോലെ കൂടി വരുന്ന ദൈവമക്കൾ അവൻ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, ലോകത്തിനു വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ, ആ ലോകത്തിലെ ഒരുവനായി നിന്ന എന്നെ അവൻ, സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ ശത്രുവാകുന്ന സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് വേർതിരിച്ച് അവൻ കർത്താവിന്റെ റൂട്ടിലേക്ക് യാത്ര ചെയ്യിപ്പിച്ചു. ഹല്ലേലൂയ. അനുഭവം കൊണ്ട് പറയുന്നത് കൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ സ്വതം നാം അറിയാതെ നമ്മുടെ തലമുറകളോ നാം അറിയാതെ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഏതെങ്കിലും മേഖലകളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലകളിൽ രോഗികളായിരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലകളിൽ ആത്മീക രോഗത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഏതെങ്കിലും രോഗമായി പിന്മാറ്റ രോഗത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആരോടും പറയുവാൻ സാധിക്കാതെ, മനസ്സ് തുറക്കുവാൻ സാധിക്കാതെ, ഹൃദയഭാരത്താൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ, എടുത്തു മാറ്റണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടും മാറ്റാൻ പറ്റാത്ത തരത്തിൽ കുരുക്കിലേക്ക് വീണ് കിടക്കുകയാണ് ണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ സ്വതം ഏത് ബന്ധനത്തെയും 1000 ലോക്കിട്ട് സാത്താൻ പൂട്ടിയാലും ഒരൊറ്റ സ്തോത്രം കൊണ്ട് അതിനെ പൊട്ടിക്കുവാൻ എന്റെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് സാധിക്കും. ഇന്ന് രാത്രി ഒരുമിച്ച്, ഹല്ലേലൂയ, ദൈവമക്കൾ ഒരുമിച്ച് ആദരങ്ങളെ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് പുറകിൽ വിരിച്ചിരിക്കുന്ന സാത്താന്റെ സകല വലകൾ, നമുക്ക് പുറകിൽ വിരിച്ചിരിക്കുന്ന സാത്താന്റെ സകല തന്ത്രങ്ങൾ, നമ്മുടെ തലമുറകൾക്ക് പുറകിൽ വിരിച്ചിരിക്കുന്ന അവൻ, ഹല്ലേലൂയ, ദാമ്പത്യ ജീവിതത്തിനകത്ത് വിള്ളലുകൾ വരുത്തുന്ന സെഡ്യൂസിംഗ് സ്പിരിറ്റ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറട്ടെ. ലൈയിങ് സ്പിരിറ്റ്, ബോഷ്കിന്റെ ആത്മാവ്, അവൻ പിശാച് ബോഷ്കിന്റെ അപ്പനാകുന്നു. ബോഷ്കിന്റെ ആത്മാക്കൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറട്ടെ. നുണ പറഞ്ഞ് അവൻ ഒരു കാര്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പൈശാചിക പോരുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ വലിയ അമർത്തിക്കുള്ളിക്ക് അവൻ ഒരു നന്മ നിങ്ങളുടെ വാതിക്ക് വന്ന് കിടക്കുന്നെന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതല്ലെന്ന്. ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ കർത്താവ് സകലതും നിങ്ങൾക്ക് നൽകി തരും. ഹല്ലേലൂയ. വെള്ളതേച്ച ശവക്കല്ലറകളെ പോലെ ചത്തുകിടക്കുന്ന ഒരു സഭയെയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവൻ സ്വതന്ത്രം ഉണർന്നിരിക്കുന്ന സഭയെ, ഒരു ഉണർവിന്റെ തലമുറകള്, ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ ശക്തിയിൽ നിറയുന്ന തലമുറകള്, ത്തിന്റെ ശക്തിയിൽ കരയുന്ന മാതാപിതാക്കള്, പ്രാർത്ഥിക്കുന്ന തലമുറകള് എന്റെ കർത്താവ് ഓരോ സഭയ്ക്കകത്തും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്.
കർത്താവെ സ്തോത്രം. തലകൾ വണക്കിയ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിനെ കരത്തിലേക്ക് ഏൽപ്പിച്ചു തരികയാണ് കർത്താവെ. ഇന്ന് രാത്രികാലം കേട്ട മെസ്സേജ് ഇവരുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. ആമേൻ. സ്തോത്രം. വചനം പറയുന്നത് പോലെ ഹൃദയത്തിനകത്ത് വിതച്ച ആമേൻ വചനം സാത്താൻ എടുത്തുകൊണ്ടുപോയി കളയുവാൻ അനുവദിപ്പിക്കരുത് കർത്താവെ. ഇവരെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും ആമേൻ പ്രിയപ്പെട്ടവരെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇവരുടെ സമസ്ത മേഖലകളിലും എന്റെ ദൈവത്തിന്റെ കൃപ അത്യന്തമായി വ്യാപരിക്കണമേ. പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ, നിഗളിക്കുവാൻ ഒന്നുമില്ല, അഹങ്കരിക്കുവാൻ ഒന്നുമില്ല, പുകഴുവാൻ ഒന്നുമില്ല, ഞാൻ വെറും മൺകൂടാരം മാത്രമാ. എങ്കിലും ഈ മൺകൂടാരം നിലനിൽക്കുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി അങ്ങ് തന്ന ദാനം എന്റെ അകത്തുള്ളത് കൊണ്ടാണ് കർത്താവേ. ഹല്ലേലൂയ. ഞാനോ കുറയണം, അങ്ങോ വളരണം കർത്താവേ. ഇന്ന് രാത്രി യേശുവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ കർത്താവേ. എവിടെയെല്ലാം അവൻ പെട്ടുകിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, അവൻ സ്വതന്ത്രം രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഒരു വിടുതൽ കർത്താവ് അവർക്ക് അയച്ചിരിക്കുന്നതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സകലമാനവും മഹത്വം യേശു കർത്താവിന്, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. അവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആമേൻ ഇവിടെയുള്ള എന്റെ കർത്താവിനെ ഏൽപ്പിച്ച എന്റെ ചർച്ച എന്ന് പറയാൻ പറ്റത്തില്ല. സഭ കർത്താവിൻ്റെതാണ്, സഭ ക്രിസ്തുവിൻ്റെതാണ്. അപ്പം പാസ്റ്റർ ചർച്ച എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചർച്ച് കർത്താവിൻ്റെതാണ്, സഭ ക്രിസ്തുവിൻ്റെതാണ്. അതുകൊണ്ട് കർത്താവ് പറയും, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർക്കും. പാസ്റ്റർ അല്ല ചേർക്കുന്നത്, കർത്താവാ ചേർക്കുന്നത്. പാസ്റ്റർക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. കഴിവുള്ളത് കർത്താവിനാണ്. കർത്താവ് ഇതിന്റെ അകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ സഭയോർത്ത് പ്രാർത്ഥിക്കണം. ആമേൻ. ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയുടെ പേര് അഗാപ്പെ ക്രൈസ്റ്റ് ചർച്ച് എന്നാണ്. പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കണം. നാം അതേ കൂട്ടത്തിൽ നിന്നുള്ള വിഗ്രഹാരാധനകൾ വിട്ട്, ആമേൻ സ്വതം അന്യ ആരാധനകൾ വിട്ട് ക്രിസ്തുവിനെ അറിഞ്ഞ് കടന്നു വരുന്ന അനേകരുണ്ട്. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. വരും ദിവസങ്ങളിൽ സ്നാനങ്ങൾ നടക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഇനിതുമായി ഓർമ്മിപ്പിക്കുന്നു. സമയം അനുവദിച്ചതിന് കർത്താവിന്റെ ദാസൻ ബഹുമാനപ്പെട്ട രവി പാസ്റ്റർ ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. ഇതുവരെയും കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം.